നമസ്കാരം. ജ്യോതിഷ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയും എന്നാൽ അതിലേറെ നിഗൂഢമായ ആത്മബലവും രാജകീയ പ്രൗഢിയുടെ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ടയ്ക്ക് തലക്കേട്ടയില്ല, അല്ലെങ്കിൽ തൃക്കേട്ടയിൽ ജനിച്ചാൽ കുടുംബത്തിന് ദോഷമാണ് എന്നിങ്ങനെയുള്ള പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഭീതിജനകമായ കഥകളും നിങ്ങളും കേട്ടിട്ടുണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ പരമ്പരാഗത ജ്യോതിഷ പ്രമാണങ്ങൾ എന്താണ് തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്? പലപ്പോഴും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ തളർന്നു പോകാറുള്ള സാഹചര്യങ്ങളിൽ പോലും അസാധാരണമായ ആത്മധൈര്യത്തോടെ നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെ സാധിക്കുന്നു? ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങൾക്കപ്പുറം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങളും അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ ആത്മീയതയിലൂടെയും പ്രായോഗിക ബുദ്ധിയിലൂടെയും മറികടക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. ആദ്യം ഈ നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. നക്ഷത്രചക്രത്തിലെ 18ാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട. സംസ്കൃതത്തിൽ ഇതിനെ ജ്യേഷ്ഠ എന്നാണ് വിളിക്കുന്നത്. ജ്യേഷ്ഠ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഏറ്റവും മൂത്തയാൾ, അല്ലെ വലിയവൾ, അല്ലെങ്കിൽ എല്ലാവരിലും വെച്ച് മുതിർന്ന സ്ഥാനത്തുള്ളവർ എന്നാണ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏത് കൂട്ടത്തിലും നേതൃത്വപരമായ പദവികളിൽ എത്തിച്ചേരാനുള്ള ഒരു പ്രത്യേക ഊർജം ഈ നക്ഷത്ര ജാതകരിൽ പൊതുവെ കണ്ടുവരാറുണ്ട്. ഭാരതീയ ജ്യോതിഷത്തിലെ 360 ഡിഗ്രി വരുന്ന രാശിചക്രത്തിൽ വൃശ്ചിക രാശിയിൽ 16 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് തൃക്കേട്ട. പൂർണ്ണമായും വൃശ്ചികം രാശിയിൽ വരുന്ന ഒരു നക്ഷത്രമാണ് ഇത്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ആകാശത്തിലെ ഘടന നോക്കിയാൽ 3 നക്ഷത്രങ്ങൾ ചേർന്ന ഒരു അർദ്ധചന്ദ്രൻ്റെ ആകൃതിയിലാണ് ഇത് ദൃശ്യമാകുക. അതിൻ്റെ നടുവിലുള്ള നക്ഷത്രം അതീവ പ്രകാശമുള്ളതുമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ആഴമേറിയ തത്വങ്ങൾ മനസ്സിലാക്കാൻ അതിൻ്റെ പ്രതീകവും ദേവതയും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പ്രധാന പ്രതീകം ഒരു കുണ്ടലം അഥവാ കാതിലെ, അല്ലെങ്കിൽ രാജകീയമായ ഒരു സംരക്ഷണ ചക്രം അഥവാ കവചം. അത് സൂചിപ്പിക്കുന്നത് അധികാരം, ആത്മരക്ഷ, പാരമ്പര്യം, ഉയർന്ന പദവി എന്നിവയാണ്. ഒരു ഭരണാധികാരിയെപ്പോലെ തങ്ങളുടെ അധികാര പരിധിയും പ്രിയപ്പെട്ടവരെയും കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് ജന്മനാ വലിയ താല്പര്യമുണ്ടാകും. മറ്റൊരു പ്രതീകം ഹോമാഗ്നി കൂടിയാണ്. ഇത് ഉള്ളിലെ മാറ്റങ്ങളെയും പഴയതിനെ ദഹിപ്പിച്ച് പുതിയതായി ഉയർത്തെഴുന്നേൽക്കാനുള്ള ആത്മബലത്തെയും കാണിക്കുന്നു. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ദേവത ദേവേന്ദ്രനാണ്. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ അധികാരം, സമൃദ്ധി, വിജയം, പരമാധികാരം എന്നിവയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള സ്വാഭാവികമായ കഴിവും ഭരണ നൈപുണ്യവും ഏത് പ്രതിസന്ധിയിലും തളരാതെ പോരാടാനുള്ള മനസ്സുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ പലർക്കും അറിയാത്ത മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ദ്രൻ അധികാരത്തിൻ്റെ പ്രതീകം മാത്രമല്ല, ഉത്തരവാദിത്വത്തിൻ്റെയും ജാഗ്രതയുടെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ വലിയ ഉത്തരവാദിത്തങ്ങളും സ്വന്തം ചുമലിൽ ഏറ്റെടുക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇന്ദ്രൻ എങ്ങനെയാണോ സ്വർഗരാജ്യം സംരക്ഷിക്കുന്നത്, അതുപോലെ സ്വന്തം കുടുംബത്തെയും പ്രിയപ്പെട്ടവരുടെയും സുരക്ഷയ്ക്കായി ഇവർ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകും. അതോടൊപ്പം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ 2 പ്രധാന ഗ്രഹങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നക്ഷത്രാധിപൻ ബുധനും രാശ്യാധിപൻ ചൊവ്വയുമാണ്. ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെയും ഗ്രഹമാണ്. ചൊവ്വയാകട്ടെ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമാണ്. ബുധൻ്റെ തീക്ഷ്ണമായ ബുദ്ധിയും ചൊവ്വയുടെ പോരാട്ട വീര്യവും ഒത്തുചേരുന്ന ഒരു അപൂർവ സംഗമമാണ് തൃക്കേട്ട നക്ഷത്രക്കാരിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ അതീവ തന്ത്രശാലികളും
അതേസമയം ധൈര്യശാലികളുമായിരിക്കുന്നത് ജാതകത്തിൽ ബുധൻ്റെയും ചൊവ്വയുടെയും സ്ഥാനങ്ങൾ അനുകൂലമല്ലെങ്കിൽ ബാല്യകാലത്ത് ചില ചെറിയ തടസ്സങ്ങളോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് മിക്കവരും തെറ്റിദ്ധരിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ പരമ്പരാഗത ജ്യോതിഷ പ്രമാണങ്ങളിൽ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ഗണങ്ങൾ അസുരഗണവും, അതായത് ഏത് കഠിനമായ സാഹചര്യത്തെയും നേരിടാനുള്ള കരുത്ത് നൽകുന്ന സ്വഭാവമാണിത്. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാരെക്കുറിച്ചുള്ള ഏറ്റവും വലിയ രഹസ്യം ഇനി പറയാനിരിക്കുന്ന രംഗത്താണ്. ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ചില മികച്ച ഗുണങ്ങൾ പൊതുവേ കാണാറുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നേതൃത്വ പാടവമാണ്. ഒരു കുടുംബത്തിൽ എല്ലാവരും ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ മുന്നോട്ട് വന്ന് ധൈര്യപൂർവ്വം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വ്യക്തിയെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത്തരമൊരു സ്വഭാവം തൃക്കേട്ട നക്ഷത്രക്കാരിൽ പൊതുവെ കണ്ടുവരുന്നു. വലിയൊരു തർക്കമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ കൃത്യമായ ആസൂത്രണത്തോടെ കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. അതോടൊപ്പം ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകത അചഞ്ചലമായ ആത്മവിശ്വാസമാണ്. ജീവിതത്തിൽ സാമ്പത്തികമായോ വ്യക്തിപരമായോ വലിയ തകർച്ചകൾ ഉണ്ടായാലും പൂജ്യത്തിൽ നിന്നും വീണ്ടും ആരംഭിച്ച് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. കൂടാതെ തങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇവർക്ക് പ്രത്യേക സാമർഥ്യമുണ്ട്. സ്വന്തം സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാകുന്ന സംരക്ഷണ മനോഭാവം ഇവരുടെ വലിയൊരു നന്മയാണ്. എന്നാൽ ഇതിൻ്റെ മറുവശവും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. തൃക്കേട്ട നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിത വിജയത്തിനായി നിയന്ത്രിക്കേണ്ട ചില പ്രതികൂല വശങ്ങളുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ദേഷ്യമാണ്. ഒരു കുടുംബ തർക്കത്തിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഇവർ പറയുന്ന വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കാം. ഇത് പിന്നീട് ഇവർക്ക് തന്നെ വലിയ മാനസിക വിഷമം ഉണ്ടാക്കാറുണ്ട്. അതോ ഇവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ദേഷ്യമാണ്. ഒരു കുടുംബ തർക്കത്തിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഇവർ പറയുന്ന വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കാം. ഇത് പിന്നീട് ഇവർക്ക് തന്നെ വലിയ മാനസിക വിഷമം ഉണ്ടാക്കാറുണ്ട്. അതോടൊപ്പം ഇവർക്കുള്ള മറ്റൊരു വെല്ലുവിളി അമിതമായ നിർബന്ധ ബുദ്ധിയാണ്. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിർബന്ധ ബുദ്ധി ഇവർ ചില സാഹചര്യങ്ങളിൽ കാണിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായമായ ഉപദേശങ്ങൾ പോലും കേൾക്കാൻ മടിക്കുന്നത് പലപ്പോഴും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ തനിക്ക് അർഹതപ്പെട്ട ബഹുമാനം നൽകുന്നില്ല എന്ന് തോന്നിയാൽ ഇവർ പെട്ടെന്ന് അസ്വസ്ഥരാകും. ഉള്ളിലെ ചെറിയൊരു അപകർഷതാബോധം മറച്ചു വയ്ക്കാൻ ഇവർ പുറമേക്ക് വലിയ ദുരഭിമാനം കാണിക്കാറുണ്ട്. മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച വിജയം ലഭിക്കാതെ വരുമ്പോൾ തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കോ ലഹരി പദാർത്ഥങ്ങളിലേക്കോ ആകർഷിക്കപ്പെടാൻ ഇവർക്ക് സാധ്യതയുണ്ട്. ഇത് ജീവിതത്തിൽ വലിയ തകർച്ചയ്ക്ക് കാരണമാകാം. എന്നതിനാൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ബുധൻ്റെ സ്വാധീനത്താൽ അതീവ തന്ത്രശാലികളും പ്രായോഗിക ബുദ്ധിയുള്ളവരുമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. എന്നാൽ വൈകാരികമായി ഇവർ അല്പം ചഞ്ചല മനസ്കരാണ്. പുറമേ വളരെ ശക്തരെന്നും ധൈര്യശാലികളെന്നും തോന്നിക്കുമെങ്കിലും ഉള്ളിൽ ഇവർ വളരെ സെൻസിറ്റീവാണ്. തങ്ങളെ ആരെങ്കിലും സങ്കടപ്പെടുത്തിയാൽ അത് പെട്ടെന്ന് മറയ്ക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ വൈകാരിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ പ്രധാന ചവിട്ടുപടി. ഇനി തൊഴിൽ മേഖലയിലേക്ക് വരാം. ഭരണപരമായ ചുമതലകൾ, തീരുമാനങ്ങൾ എടുക്കേണ്ട ജോലികൾ, ഗവേഷണ സ്വഭാവമുള്ള മേഖലകൾ, സുരക്ഷാ വിഭാഗങ്ങൾ, ശാസ്ത്ര സാങ്കേതിക മേഖലകൾ തുടങ്ങിയവയിൽ ഇവർക്ക് കൂടുതൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ജീവിതവും ബിസിനസ് കഴിവുകളും പരിശോധിച്ചാൽ സ്വന്തമായി വ്യാപാരം ചെയ്യാനുള്ള വലിയൊരു കഴിവ് തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട്. കൃത്യമായ സാഹസിക തീരുമാനങ്ങൾ എടുക്കാനും
വിപണിയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കുവാനും ഇവർക്ക് സാധിക്കും. സാമ്പത്തിക ജീവിതവും ബിസിനസ് കഴിവുകളും പരിശോധിച്ചാൽ സ്വന്തമായി വ്യാപാരം ചെയ്യാനുള്ള വലിയൊരു കഴിവ് തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട്. കൃത്യമായ സാഹസിക തീരുമാനങ്ങൾ എടുക്കാനും വിപണിയുടെ മാറ്റങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും ഇവർക്ക് സാധിക്കും. പങ്കാളിത്ത ബിസിനസ്സുകളേക്കാൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന വ്യക്തിഗത ബിസിനസ്സുകളാണ് ഇവർക്ക് കൂടുതൽ വിജയം. ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഇവർക്ക് സമ്പത്ത് നേടാൻ സാധിക്കൂ. എന്നാൽ ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടത്തിന് ശേഷം സാമ്പത്തികമായി വലിയ ഉയർച്ചകൾ ഇവർക്കുണ്ടാകാൻ സാധ്യതയും. സ്വന്തം നിർബന്ധ ബുദ്ധി കൊണ്ടോ തെറ്റായ ഊഹക്കച്ചവടങ്ങൾ കൊണ്ടോ പണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ ചിലരുടെ ജാതകത്തിൽ ജന്മനാട്ടിൽ നിന്ന് മാറി താമസിക്കാനോ വിദേശത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കാനോ ഉള്ള യോഗം കാണാറുണ്ട്. എന്നാൽ ഇത് നക്ഷത്രം മാത്രം നോക്കി പൂർണ്ണമായി പറയാൻ കഴിയില്ല. ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങളാണ് ഇതിൽ നിർണായകമാകുന്നത്. കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ പങ്കാളിയോട് അതീവ സ്നേഹവും വിശ്വസ്തതയും പുലർത്തുന്നവരാണ്. എങ്കിലും ദാമ്പത്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇവരുടെ ദേഷ്യവും പങ്കാളിയെ നിയന്ത്രിക്കാനുള്ള പ്രവണതയും പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. വിട്ടുവീഴ്ചകൾ ചെയ്യാനും പങ്കാളിയുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും തയ്യാറായാൽ വളരെ മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം ഇവർക്ക് നയിക്കാൻ കഴിയും. വിവാഹവൃത്തത്തെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ നക്ഷത്രപ്പൊരുത്തം മാത്രം നോക്കി വിവാഹ തീരുമാനമെടുക്കാൻ പാടില്ല. ദിനപ്പൊരുത്തം, ഗണപ്പൊരുത്തം, യോനിപ്പൊരുത്തം, രജ്ജുപൊരുത്തം, മാഹേന്ദ്രപ്പൊരുത്തം, രാശിപ്പൊരുത്തം, ഗ്രഹമൈത്രി, ചൊവ്വാദോഷം, ദശാകാലം എന്നിവ ഉൾപ്പെടെ സമ്പൂർണ്ണ ജാതക പരിശോധന നടത്തിയ ശേഷമാണ് അന്തിമ നിഗമനത്തിലെത്തേണ്ടത്. പരമ്പരാഗതമായി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ച് നോക്കിയാൽ ചില പൊതുവായ വ്യത്യാസങ്ങൾ കാണാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ ലക്ഷ്യബോധമുള്ളവരും ഏത് കഠിനമായ ജോലി ചെയ്യാനും മടിയില്ലാത്തവരുമായിരിക്കും. ഉള്ളിലെ അഹംഭാവം കാരണം ചിലപ്പോൾ സുഹൃത്തുക്കളുമായി അകലാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അതീവ ബുദ്ധിശാലികളും കുടുംബകാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്വം കാണിക്കുന്നവരുമായിരിക്കും. പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ അവർ ഏതറ്റം വരെയും പോകും. എങ്കിലും മറ്റുള്ളവരുടെ വളർച്ചയിലും ഉയർച്ചയിലും ചെറിയ അസൂയയോ അല്ലെങ്കിൽ തങ്ങൾക്ക് അർഹിച്ച പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന അപകർഷതാബോധമോ ഇവരെ പെട്ടെന്ന് അസ്വസ്ഥരാക്കാറുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം നിലനിർത്താനുള്ള ശേഷി കാണാറുണ്ടെങ്കിലും അമിതമായ മാനസിക സമ്മർദ്ദം ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. ചിലരുടെ ജാതകത്തിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ വെല്ലുവിളികൾ അനുഭവപ്പെടാൻ സാധ്യത കാണാറുണ്ട്. പതിവായുള്ള വ്യായാമവും ധ്യാനവും ഇവരുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. അതുപോലെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ദശാകാലങ്ങളുടെ മാറ്റ സമയങ്ങളിൽ തൊഴിൽ, കുടുംബം, സാമ്പത്തികം എന്നിവയിൽ പ്രധാന വഴിത്തിരിവുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ സമയം ഓരോ വ്യക്തിയുടെയും ജാതക ഘടനയെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് പൊതുവായ നക്ഷത്ര സ്വഭാവം മാത്രമാണ്. വ്യക്തിഗത ഫലങ്ങൾ ജാതകത്തിലെ ഗ്രഹനിലകൾ, ഭാവങ്ങൾ, ദശാകാലങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഈ നക്ഷത്രത്തിൻ്റെ പ്രധാന ആത്മീയ പാഠം എന്ന് പറയുന്നത് അഹംഭാവത്തെ അതിജീവിക്കലാണ്. ദേവേന്ദ്രന് അഹങ്കാരം കൂടിയപ്പോൾ സ്വർഗരാജ്യം നഷ്ടപ്പെടുകയും പിന്നീട് കഠിനമായ തപസ്സിലൂടെയും ഈശ്വര സമർപ്പണത്തിലൂടെയും അത് തിരിച്ചു പിടിക്കേണ്ടി വന്നതുമായ കഥകൾ നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാർ തങ്ങളുടെ ഉള്ളിലെ നിർബന്ധ ബുദ്ധിയും കോപവും നിയന്ത്രിച്ച് വിനയത്തോടെയും സഹാനുഭൂതിയോടെയും പെരുമാറാൻ പഠിച്ചാൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ ശ്രേഷ്ഠത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത് ദോഷമാണെന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ജ്യോതിഷപ്രകാരം ഇതൊരു രാജകീയ നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ഭയപ്പെടേണ്ട നക്ഷത്രമല്ല. ശരിയായ ദിശയും ആത്മനിയന്ത്രണവും ഉണ്ടെങ്കിൽ വെല്ലുവിളികളെ വിജയകരമാക്കി മാറ്റാൻ കഴിയുന്ന ശക്തമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് തൃക്കേട്ട. അതുകൊണ്ട് അനാവശ്യമായ ഭയങ്ങൾ മാറ്റിവെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ദൈനംദിന ജീവിതത്തിൽ നോക്കിയാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റുള്ളവർ തളർന്നു പോകുമ്പോൾ അസാധാരണമായ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. നരസിംഹമൂർത്തി ക്ഷേത്രം,
സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം മൂർത്തികളെ ആരാധിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദേഷ്യം കുറയ്ക്കാനും ശത്രുദോഷങ്ങൾ മാറാനും സഹായിക്കും. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതോ അതീവ ശുഭകരമായിരിക്കും. വഞ്ചി എന്ന് പറയുന്ന വൃക്ഷമാണ് തൃക്കേട്ടയുടെ നക്ഷത്ര വൃക്ഷം. ഈ വൃക്ഷം വെച്ചുപിടിപ്പിക്കുന്നതും അതിനെ സംരക്ഷിക്കുന്നതും നല്ലതാണ്. തൃക്കേട്ട നക്ഷത്രം ഭയത്തിൻ്റെ പ്രതീകമല്ല, ഉത്തരവാദിത്തത്തെയും ആത്മബലത്തെയും വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയുടെ പ്രതീകമാണ്. ആ ശക്തിയെ തിരിച്ചറിയുകയും ശരിയായ ദിശയിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളും പ്രവണതകളും മാത്രമാണ്. ഒരാളുടെ ജീവിതഫലങ്ങൾ നക്ഷത്രം മാത്രം നോക്കി നിർണ്ണയിക്കാൻ കഴിയില്ല. ജനന ജാതകത്തിലെ ഗ്രഹനിലകൾ, ഭാവങ്ങൾ, ദശാകാലങ്ങൾ, മറ്റ് ജ്യോതിഷ ഘടകങ്ങൾ ഒക്കെ അടിസ്ഥാനമാക്കിയാണ് വ്യക്തിഗത ഫലങ്ങൾ വിലയിരുത്തേണ്ടത്. നിങ്ങളുടെ വ്യക്തിഗത ജാതകവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വ്യക്തിഗത ജ്യോതിഷ ഉപദേശം ലഭിക്കുന്നതിനായി വാട്സാപ്പ് നമ്പറിലോ ഓഫീസ് നമ്പറിലോ ബന്ധപ്പെട്ട് നിങ്ങളുടെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.